ഇനിയും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാല് ശരിയാവത്തില്ല. കാരണം ഇന്ന് അവന്റെ സംഗതി എല്ലാം പുറത്തു വരും. പുള്ളിക്കാരൻ ഇങ്ങനെ ഓരോ ഇന്റർവ്യൂസിൽ ഈ വെളിവും വെള്ളിയാഴ്ച ഇല്ലാണ്ട് ബോധമില്ലായ്മ, വിവരമില്ലായ്മ, ഒളിപ്പില്ലായ്മ ഇങ്ങനെ ഛർദ്ദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കയ്യബദ്ധം പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നീ തന്നെ കാശ് കൊടുത്ത് ഏർപ്പാടാക്കിയ ആൾക്കാർ എയർപോർട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ആ മാലയ്ക്ക് എത്ര രൂപയാടാ? കാരണം നീ തന്നെയാണല്ലോ മാലയ്ക്ക് കാശ് കൊടുത്ത് മാല വെപ്പിക്കുന്നു, കിരീടം വെപ്പിക്കുന്നു. ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ, മര്യാദയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ പറ്റില്ല. എന്നോട് നീ മാന്യമായിട്ട് ക്ഷമയും പറയണ്ട. എന്റെ വീട്ടുകാരെ കോണ്ടാക്ട് ചെയ്തിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക, അല്ലെങ്കിൽ അറിയാണ്ട് ചെയ്തു പോയതാണെന്ന് ഒരു വാക്ക് അവരോട് പറയാം. 100% ഞാൻ യോജിക്കുന്നു. എന്റെ മോനെ, നീ അത് ചെയ്തോ? എന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കുണുവാവ അതങ്ങ് ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. 100 ദിവസം കഴിഞ്ഞ് ഞാൻ ഹൌസിൽ നിന്ന് ഒരു 92ാം ദിവസം പുറത്തിറങ്ങുന്നു. ഫിനാലെല്ലാം കഴിയുന്നു. നിന്നെ അവിടേക്ക് വിളിച്ചിട്ടില്ല. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ആരെയോ ബോധ്യപ്പെടുത്താനെന്ന രീതിയിൽ ഈ പൊറോട്ട് നാടകം, ഉളുപ്പില്ലാത്ത ഈ സോറി പറച്ചില് നീ നടത്തുമ്പോഴത്തേക്കും അതിനങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഞാൻ നിന്നെപ്പോലെ മണ്ടനായി പോയില്ല. നീ ഏതൊരു മാൻഷനൊക്കെ പണിതിട്ടുണ്ടല്ലേ പറഞ്ഞിരിക്കുന്നത്? ആ മാൻഷൻ അതിന്റെ ചുറ്റും ഗ്ലാസ് ഉള്ള മറ്റേ നീ കൈ നീട്ടുമ്പോഴത്തേക്കും ടർക്കിയും അല്ലെങ്കിൽ സോപ്പും പതയൊക്കെ വരുന്ന ഒരു മാൻഷൻ ഇല്ലേ? ആ മാൻഷന്റെ അടിയിൽ നീ പറയപ്പെടുന്ന ഈ സോറി എടുത്തങ്ങ് പൂത്തി വെച്ചേക്ക്. ചിരിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഈ വീഡിയോസ് എടുത്ത് ഞാൻ കാണാറുണ്ട്. സത്യം പറഞ്ഞ എന്റെ കുണുവാവേ, നീ നമ്മുടെ ബിഗ് ബോസിൽ വരേണ്ട ആളൊന്നും അല്ലായിരുന്നു. നീ ശരിക്കും വരേണ്ടത് ഏഷ്യാനെറ്റിന്റെ കോമഡി സ്റ്റാഴ്സിലായിരുന്നു. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ.